അതിനുവേണ്ടിയാണ് ഇന്നലെ വേദങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി വേദാചാര്യന്മാർ എത്രയോ കാലം വരെ സൂക്ഷിച്ചിരിക്കുന്ന പരമ്പരത്തിന് ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുകയാണ്. അത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ അത് വലിയൊരു പുണ്യമായിട്ട് തന്നെ കാണണം. ഒന്നും അറിയാത്ത മാനവന് അറിയാത്ത വഴിയിൽ തന്നെ ഇതുവരെ വളർത്തിയ മനുഷ്യൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് വന്നല്ലോ എന്ന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. മനുഷ്യലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു വന്നിട്ടെങ്കിൽ നമ്മുടെ നാടും വീടും നഷ്ടപ്പെട്ടു പോകുമെന്ന് ആചാര്യന്മാർക്ക് തോന്നിയിരുന്നെങ്കിൽ അതും മഹാഭാഗ്യമാണ്. അപ്പോൾ വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ജീവിത രീതി ഇനിയുള്ള തലമുറകളെ നിങ്ങൾ വളർത്താൻ ത്യാഗം ചെയ്യും. ചെറിയ ചെറിയ ആചാരങ്ങളിലൂടെയും ചെറിയ ചെറിയ സംസ്കാരങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതന്മാരായിത്തീരും, ഈ ലോകത്തിൻ്റെ ഈ പ്രതിപുരുഷന്മാരായിത്തീരും. അത്രയും വലിയ ശക്തിയും അറിവും കൊടുത്തിട്ടാണ് ഇന്നത്തെ ജന്മങ്ങൾ, ഇന്നത്തെ ശിശുക്കളെ ജനിപ്പിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ലോകത്തിനെയെ പോഷിപ്പിക്കുന്ന ഊർജം പകരുന്ന സാന്നിധ്യമാണ്. അതിൻ്റെ തെളിവാണെന്നല്ല ഞാൻ കഥ പറഞ്ഞത്. നചികേതസ് മൃത്യുവിൻ്റെ അടുത്ത് സമീപിക്കുന്നത്. നചികേതസ് മൃത്യുവിൻ്റെ അടുത്ത് എന്തിനു സമീപിച്ചു? മൃത്യു ധർമ്മത്തിന് വിരുമാനം നിഷ്കാസനം ചെയ്ത്, അതാണ് മൃത്യു പറയുന്നത്. അവൻ ധർമ്മത്തിന് പ്രചാരം ചെയ്യുന്ന ആചാര്യൻ. ആചാര്യോ മൃത്യുകു, മൃത്യുവാണ് ആചാര്യൻ. വാസ്തവത്തിൽ ഉപനയനം പറഞ്ഞാൽ എന്താണ്? മൃത്യുവിൻ്റെ കയ്യിൽ തൻ്റെ സന്താനങ്ങളെ കൊടുക്കുക. നിങ്ങളൊരു പക്ഷേ പേടിക്കും, മൃത്യുവിൻ്റെ കയ്യിൽ എൻ്റെ മകനെ കൊടുക്കുകയെന്ന്. മൃത്യുവിൻ്റെ കൊടുത്താലേ രക്ഷയുള്ളൂ. മൃത്യുവിന് മാത്രമേ ജന്മരഹസ്യം അറിയുള്ളൂ. മൃത്യുവിന് മാത്രമേ പരമമായ ജ്ഞാനം അറിയുള്ളൂ. മൃത്യുവിന് മാത്രമേ ലോകം എന്താവണമെന്ന് മൃത്യുവിന് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അഥർവവേദത്തിൽ ബ്രഹ്മചാരികളുടെ സൂക്തം എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഒരു ബ്രഹ്മചാരിയുടെ മഹത്വമാണ് ഈ പ്രപഞ്ചത്തിന് ജലം, വായു, അഗ്നി, ഭൂമി, ആകാശം, അന്തരീക്ഷം, സൂര്യൻ, ചന്ദ്രൻ പോഷിപ്പിക്കുന്ന ഊർജം. ഇവരെങ്ങനെ പോഷിപ്പിക്കുന്നു? ഊർജ്ജലോകങ്ങളിൽ നിന്ന് വരുന്ന ദൈവിക ഊർജ്ജത്തിനെ സ്വീകരിക്കാനുള്ള ശരീരമാണ് മനസ്സുകളെ ഉപാധിയാക്കി അതിലൂടെ ഈ പ്രപഞ്ചത്തിനെ പോഷിപ്പിക്കുകയാണ് സർവേശ്വരൻ. എന്താ അവിടുത്തെ വിഭൂതികൾ? ഇതൊക്കെ നമ്മുടെ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കേണ്ട മക്കളെ. അതൊക്കെ കേൾക്ക് നമ്മുടെ മനം കുളിരും, ജീവൻ കുളിരും. വെറുതെ നിസ്സാര കാര്യങ്ങളിൽ ഭ്രമിച്ച് തൻ്റെ ജീവിതത്തിന് ഇതിന് പാഴാക്കി കളയുന്നു. വെറും വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനാണോ മാനവൻ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അങ്ങയെപ്പോലുള്ള സ്വാമിമാർക്കേ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരല്. സ്വാമിമാർക്ക് പറ്റുന്നതല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പറ്റുന്നതാ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അങ്ങയെപ്പോലുള്ള സ്വാമിമാർക്കേ പറ്റുള്ളൂ. അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരല്. സ്വാമിമാർക്ക് പറ്റുന്നതല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പറ്റുന്നതാ. ഒരുപക്ഷെ നിങ്ങൾക്കത് പുതുമ തോന്നിയേക്കാം. ഇവിടെ വരുന്ന ഏത് അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാവർക്കും കരസ്ഥമാകും. അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മഹാചാര്യന്മാരെ നോക്കിയാൽ കാണാം. ഏറ്റവും താഴ്ന്ന കുലങ്ങളിൽ ഒന്നും അറിയാത്ത കുടുംബങ്ങളിൽ ജനിച്ചു അവരൊക്കെ മഹാസിദ്ധന്മാരായി, യോഗീശ്വരന്മാരായി, തപസ്വികളായി. അവിടെ മാർഗങ്ങളാണ് നമ്മളത് ഒന്നും അറിയാത്ത. പിന്നെ നാം എന്തിനു പഠിക്കുന്നു? അപ്പം നമ്മൾ ഇനിയുള്ള കോലത്ത് ജീവിക്കണമെങ്കിൽ ആ ഊർധ്വലോകത്തിൽ വരുന്ന അല്പപ്രവിയും അതോ ലോകത്തിലുണ്ടെങ്കിൽ കൂടി ബന്ധിച്ച് മനുഷ്യലോകം പോഷിക്കേണ്ട സമയം വന്നിരിക്കുക. അതിനുവേണ്ടി കാലം നമ്മളോട് ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ച ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഠിച്ച അറിവിൽ കൊണ്ട് ചേർത്തരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇത് പഠിച്ചറിവല്ല, ഇത് കാലത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാ. ആ വാക്കുകളെ ശ്രമിക്കുക. അതാണ് മഹാചാര്യന്മാർ വന്ന ധർമ്മ അനുശാസനം, ധർമ്മശാസ്ത്ര. ധർമ്മത്തിന് ശാസനം ചെയ്തോളയണം എന്ന് കൽപ്പിക്കുന്നവരാണ് ധർമ്മത്തിൻ്റെ. അതാണ് ധർമ്മശാസ്ത്ര എന്ന് പേര്. ബുദ്ധന് ധർമ്മശാസ്ത്ര എന്ന് പേര് വരാൻ കാരണം എന്താ? ലോകരോട് നോക്കി പറയുന്നു, ധർമ്മത്തെ നീ ആചരിച്ചോളയണം. അതാണ് ശാസനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് കേട്ടുപോയാൽ പോരാ, അത് ജീവിതത്തിൽ പകർത്തിയിരിക്കണം. അതുപോലെ
കാലത്താൽ നിയോഗിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ കാലത്താൽ പ്രചോദിപ്പിക്കുന്ന വചനങ്ങൾ മക്കളെ നിങ്ങൾ സ്വീകരിച്ചോളണം. കാരണം അത് ലോകത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, തലമുറകളുടെ, നമ്മുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭം വളരെ വിലപിടിച്ചതാണ്. കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് മാനവൻ മധ്യത്തിൽ നിൽക്കുകയാണ്. ഊർധ്വമണ്ഡലങ്ങളിൽ നിന്നും അധോമണ്ഡലങ്ങളിൽ നിന്നും മധ്യത്തിലാണ് മാനവലോകം. ഈ മാനവലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ചാനലുകളാണിത്. ആ പ്രകാശത്തെയും തമസിൻ്റെ ശക്തിയെയും കൂടി സമ്മേളിച്ച് മനുഷ്യൻ്റെ ബോധം വികസിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാർത്ഥന. നിങ്ങൾ മനസ്സാൽ ആദരവോടുകൂടി ഭക്തിയോടുകൂടി ഈ സങ്കല്പങ്ങൾ സത്യമാക്കി തീർക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ഇനി കലരാം. ഇന്നത്തെ സമൂഹവും വ്യക്തിയും രാഷ്ട്രത്തിനും എല്ലാറ്റിനെയും പരിവർത്തനം വരുന്ന കാലഘട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബോധപൂർവം സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് മനുഷ്യൻ ഇന്ന് അസ്വസ്ഥരാണ്. എല്ലാ തലങ്ങളിലും മത്സരബുദ്ധിയും യുദ്ധങ്ങളും അക്രമങ്ങളും മൃഗക്ഷമങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിനെ മറികടക്കാൻ മനുഷ്യനെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായ ധർമ്മത്തിന്റെ പാതയിലൂടെ നയിപ്പിക്കാനും സമുദായത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തിയുടെയും ശ്രേയസ്സിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി കാലത്താൽ നിയോഗിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് പതാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ദുരിതത്തിലൂടെ മാറ്റം വരുന്ന ഉള്ള പ്രതീക്ഷയല്ല, മനുഷ്യന്റെ മനസ്സുകളിൽ ലോകത്തിന്റെ മാറ്റത്തിന് വേണ്ടി ശുഭപ്രതീക്ഷയും ശുഭസങ്കല്പങ്ങളും മനുഷ്യലോകത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ സുഖസങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ജീവിതചര്യകളും കർമ്മരംഗങ്ങളും ക്രമീകരിക്കുന്നതോടുകൂടി ആ പ്രകൃതിയുടെ ദുരന്തകൾ മാറി പ്രകൃതിയുടെ സാന്നിധ്യം നമ്മൾക്ക് അനുകൂലിച്ച് നല്ല മാർഗത്തിലൂടെ നയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അതിനോടൊപ്പം തന്നെ മനുഷ്യന്റെ അന്നത്തെ കാലത്ത് എല്ലാം വിഘടിച്ചു നിൽക്കുന്ന കാലത്ത് മനുഷ്യന്റെ ബോധം ഒന്നിച്ചേരുകയും ലോകത്തിന്റെ മാറ്റത്തിന് വേണ്ടി ശുഭസങ്കല്പങ്ങളോടുകൂടി ഇച്ഛിക്കുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. കുറച്ച് ഗ്രാമങ്ങളിൽ കുറച്ചുപേരെങ്കിലും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ അത് മാറ്റം നാശത്തിലൂടെയും മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോ അന്ധകാരം മാറ്റ പ്രപഞ്ചത്തിൽ സൂര്യൻ എങ്ങനെ ഉദിച്ചു വന്നിട്ട് അന്ധകാരം മാറ്റിക്കൊണ്ട് മനുഷ്യൻ കർമ്മലോകത്തെ അനുഷ്ഠിക്കുന്നുവോ അതുപോലെ നമ്മുടെ നമുക്കിന്റെ ആദ്യത്താൽ നമുക്ക് തിരിച്ചറിവില്ലാതിരിക്കുമ്പോ